യഹോവ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ദൈവം യേശുവ എന്ന യഹൂദനായിട്ട് ഭൂമിയിലേക്ക് വന്നു. പക്ഷേ യേശുവ ഒരിക്കലും ദൈവമായിരുന്നില്ല. ഈ വചനത്തിൻ്റെ അല്ലെങ്കിൽ ഈ മർമ്മത്തിൻ്റെ നിഴലും പൊരുളുമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിത് എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഗാഢമായിട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ വരെ ഇത് പിടിച്ച് ഉലയ്ക്കുന്ന ഒരു വാചകമാണ്. കാരണം നമ്മൾ ഇത്ര നാളും നമ്മളുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് യേശുവാപ്പ മനസ്സിലായോ? അതായത് യേശുവായെ നമ്മൾ ദൈവമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ യേശുവ ഒരിക്കലും ദൈവമായിരുന്നില്ല. പക്ഷെ ദൈവം യേശുവ എന്ന മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു. മനുഷ്യനായിരുന്ന യേശുവാക്ക് ഒരിക്കലും ദൈവമാകാൻ സാധിക്കില്ല, ദൈവമായിരുന്നില്ല. ഈ സത്യം ഞാൻ തെളിയിക്കുകയാണ് ഇപ്പോൾ. അതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യേശുവ പൂർണ്ണമായും ഒരു മനുഷ്യനായിരുന്നു എന്ന ഒരു ചിന്ത, ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രമേ ഈ ത്രിയേക കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുള്ളൂ. എത്രയൊക്കെ നമ്മൾ ത്രിയേകമല്ല, ഏകമാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞാലും പഠിച്ചാലും പഠിപ്പിച്ചാലും നമ്മളുടെ മനസ്സിൽ എപ്പോഴും പല സാഹചര്യങ്ങളിലും ബൈബിൾ വായിക്കുമ്പോൾ പിതാവ്, പുത്രൻ എന്ന കൺസെപ്റ്റ്, പിന്നെ ഇടയ്ക്കിട്ട് പരിശുദ്ധാത്മാവ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പം എന്താ അങ്ങനെ എന്ന ചിന്ത. അപ്പം അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ച് പറയണം, യേശുവ ഒരിക്കലും ദൈവമായിരുന്നില്ല. യേശുവ പൂർണ്ണമായും യഹൂദനായ ഒരു മനുഷ്യനായിരുന്നു. യേശുവ ബൈബിളിൽ ഒരിക്കലും താൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല സഹോദരരെ. അങ്ങനെ ഒരു വാക്യം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ യേശുവ ഞാൻ മനുഷ്യപുത്രനാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 12:34 മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശുവ പറഞ്ഞു. മനുഷ്യപുത്രനാണെന്ന് ആവർത്തിച്ച് യേശുവ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ നമ്മൾക്ക് കിട്ടിയ പഠിപ്പിക്കൽ കാരണം നമ്മൾ വീണ്ടും യേശുവായെ ദൈവമായിട്ട് പ്രതിഷ്ഠിക്കുകയാണ്. ദൈവമാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന് പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പിതാവിനോട് സംസാരിക്കുന്നു പറയുമ്പോൾ, അപ്പോൾ അവിടെ രണ്ട് ദൈവമില്ലേ? ദൈവം മുകളിൽ പിതാവായിട്ടും പുത്രനായിട്ടും ഒക്കെ എങ്ങനെയാണ്? അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത്, യേശുവ കംപ്ലീറ്റ് ഒരു യഹൂദനായ മനുഷ്യനായിരുന്നു എന്ന വ്യൂവോട് കൂടി പുതിയ നിയമം ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ നമുക്ക് ഈ ത്രിയേക കോൺസെപ്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയി കിട്ടും. യഹൂദനായി വന്ന് യേശുവ നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? പാപമില്ലാതെ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാം, എങ്ങനെ ദൈവവുമായിട്ട്, അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവവും പിതാവുമായിട്ട് ഒരു ഗാഢബന്ധം സ്ഥാപിക്കുന്ന ഒരു മകനെ ആണ് നമ്മൾക്ക് യേശുവായിലൂടെ കാണാൻ സാധിക്കുക. എങ്ങനെ നമുക്ക് പിതാവുമായി ഗാഢബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കാനാകും? 10 കൽപ്പനയും പ്രാവർത്തികമാക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതുപോലെ തന്നെ വിശ്വസിച്ചാൽ എന്ത് അത്ഭുതവും ചെയ്യാം. ഇതൊക്കെയാണ് ദൈവം യേശുവായിലൂടെ നമ്മെ പഠിപ്പിച്ചത്. യേശുവ നമുക്ക് മാതൃകയാവാനാണ് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവമായിരുന്നു കൊണ്ട് നമ്മളെ വിധിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ല. ലോകാവസാനം ദൈവം വിധിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കില്ലേ, ദൈവത്തിന് ഇതൊക്കെ സാധിക്കും, പക്ഷെ മനുഷ്യന് സാധിക്കില്ല. ഈ 10 കൽപ്പന വളരെ കഠിനമാണ്, അത് നിവർത്തിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് മനുഷ്യന് അസാധ്യമാണ് എന്ന് നമ്മൾ ചോദിക്കില്ലേ? മാനുഷിക ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പോൾ ആ ചോദ്യം ഇല്ലാതിരിക്കാനാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നത്. യേശുവ ആയിട്ട് വന്ന് 10 കൽപ്പനയും അനുസരിച്ച് ജീവിച്ച് നമുക്ക് മാതൃകയായിട്ട് ദൈവം വന്നത്. ഈ മാതൃകയായിട്ട് വന്ന ഈ യേശുവാക്കി നമ്മെ വിധിക്കാൻ പറ്റും. കാരണം യേശുവ മനുഷ്യനായി വന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ് ലോകാവസാനം യേശുവായാണ് നമ്മെ വിധിക്കുന്നത്. അപ്പം അതുപോലെ യേശുവായ ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് പുതിയ നിയമം നമുക്ക് വായിച്ചു നോക്കിയാൽ ജ്ഞാനസ്നാന സമയത്തും ഗത്സമൻ തോട്ടത്തിലുമെല്ലാം നമുക്ക്
പിതാവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ദൈവം വന്നു, പിതാവിൻ്റെ സൗണ്ട് വന്നു അല്ലേ, അത് പിതാവാണ്. കാരണം ഭൂമിയിൽ മനുഷ്യനായ യേശുവല്ലേ ഗത്സമൻ തോട്ടത്തിൽ പിതാവിനോട് കരുണ മകൻ. അങ്ങനെ ആ വ്യൂവിൽ നമ്മൾക്ക് ഏത് വാക്യം വായിച്ചാലും നമുക്ക് അവിടെ സംശയം ഉണ്ടാവില്ല. കാരണം യേശുവ ഒരു കംപ്ലീറ്റ് മനുഷ്യനായിരുന്നു. ആരും കണ്ടിട്ടില്ലാത്ത പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ഒരു മനുഷ്യപുത്രനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ത്രിയേക കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോവുക തന്നെ ചെയ്യും. യോഹന്നാൻ 12:35 യേശുവായുടെ വാക്കുകൾ, ഞാൻ എന്ന പ്രകാശം കൂടെയുള്ളപ്പോൾ നിങ്ങൾ നടന്നുകൊള്ളുവിൻ, എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അന്ധകാരം നിങ്ങളെ കീഴടക്കും. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുകയില്ല എന്നാണ് ആ ബൈബിളിൽ പറയുന്നത്. ഈ അന്ധകാരം നിറഞ്ഞതുകൊണ്ടാണ് ഇത്ര നാളും നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്. ഈ ത്രിയേക കോൺസെപ്റ്റ് നമുക്ക് സാത്താൻ കൊണ്ട് വിതച്ചതും എന്തുകൊണ്ടാണ്? നമ്മൾ യേശുവായ ദൈവമായി കണക്കാക്കിയത് കൊണ്ടാണ്. അന്നത്തെ യഹൂദരൊന്നും അങ്ങനെയല്ല വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് എളുപ്പമായിരുന്നു. പിന്നീട് നമ്മളിലേക്ക് ഈ ത്രിയേകം വന്നത് തന്നെ നമ്മൾ യേശുവായ ദൈവമായിട്ട് കണ്ടത് കൊണ്ടാണ്. സാത്താൻ അങ്ങനെയാണ് നമ്മളിലേക്ക് അത് വഴിതെറ്റിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ 7ാമത്തെ കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ സമയത്ത് ദൈവം പ്രവാചകന്മാർക്ക് കൊടുത്തതുപോലെ മർമ്മങ്ങൾ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ അവസാന കാലത്ത് ഈ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏശയ്യായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു എന്ന്. പക്ഷേ ഇത് ഏശയ്യ പറയുന്നത് ഇസ്രായേൽക്കാരെ ഉദ്ദേശിച്ചാണ്, യഹൂദരെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് യേശുവായെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്, ആ പരിജ്ഞാനം കിട്ടാതിരുന്നത്. എന്നാൽ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കുകയും മനസ്സിനെ കുരുടാക്കുകയും ചെയ്തത് ആരാണ്? സാത്താനാണ്. എന്തിന്? ഏകസത്യ ദൈവത്തെ തിരിച്ചറിയാതിരിക്കാൻ. അവൻ ഏകസത്യ ദൈവത്തിൻ്റെ പേര് പോലും കേൾക്കുന്നത്, യഹോവ മശിഹ, ആ പേര് പോലും കേൾക്കുന്നത് അവന് ഭയമാണ്. അത് മനസ്സിലാക്കാതിരിക്കാൻ നമ്മളെ അന്ധമാക്കിയത് സാത്താനാണ്. യോഹന്നാൻ 12:42 നിങ്ങൾ വായിച്ചു നോക്കി. അധികാരികൾ പോലും യേശുവായിൽ വിശ്വസിച്ചു, പക്ഷേ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസേയരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. അവർ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യൻ്റെ പ്രശംസയാണ് അഭിലഷിച്ചത്. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം, ബോധ്യമാണ്. എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ബന്ധുക്കൾക്ക്, വീട്ടുകാർക്ക് എല്ലാം അറിയാം. ചില സഭാധികാരികൾക്ക് പോലും അറിയാം. പക്ഷേ യേശുവയുടെ കാലത്ത് ഈ സുവിശേഷത്തിൽ പറയുന്നത് പോലെ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി, സഭയിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി, പിന്നെന്താണ്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി പലരും ഇത് കണ്ടതായി ഗൗനിക്കുന്ന പോലുമില്ല. അവർക്ക് ഇത് ഏറ്റുപറയാനായിട്ട് ധൈര്യമില്ല എന്നതാണ് സത്യം. എൻ്റെ പൊന്നു സഹോദരരെ, യോഹന്നാൻ 12:24 യേശുവ എന്താ പറഞ്ഞത്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയാലേ ഫലം പുറപ്പെടുവിക്കൂ. അതങ്ങനെ തന്നെ ഇടുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മുളപ്പും വരില്ല. ഈ ശരീരം ദൈവത്തിന് വേണ്ടി അഴുകാൻ കൊടുക്കണം. ഈ നമ്മുടെ ശരീരം എന്നത് ദൈവത്തിന് സാത്താനോട് പോരാടാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ ആത്മാവിനെയാണ് ദൈവത്തിന് ആവശ്യം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നത്തെ വീഡിയോയിൽ ഈ 3 ലെവലുള്ള മൈൻഡിനെ കുറിച്ച്. അതിൽ സബ് കോൺഷ്യസ് മൈൻഡ് പിശാച് കീഴടക്കിയാൽ പിന്നെ അവൻ നമ്മെ അടിമയാക്കും. പക്ഷേ അൺകോൺഷ്യസ് മൈൻഡ് ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവാത്മാവായിരിക്കും നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ധൈര്യം കിട്ടും. ഈ ബോഡിയെ വിട്ടുകൊടുക്കാതെ നമ്മുടെ ആത്മാവിനെ ഒരിക്കലും ദൈവത്തിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സാത്താനോട് പോരാടാനായിട്ട്, അല്ലെങ്കിൽ ഗോതമ്പ് മണിയെ പോലെ അഴുകാനായിട്ട് നമ്മുടെ ശരീരത്തിനെ ദൈവത്തിന് വിട്ടുകൊടുക്കണം സഹോദരരെ. ശരീരം കൊണ്ട് പടവെട്ടിയാൽ ആത്മാവിനാണ് ഗുണം. ജാതികൾക്ക് രക്ഷയുണ്ട് എന്ന്
കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ജാതികളുടെ ദൈവമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല സഹോദരരെ. അപ്പോൾ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ യഹൂദന്മാരെ അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസം നമ്മിലുണ്ടായിരിക്കണം. ആദ്യം തന്നെ എൻ്റെ ദൈവം ആര് എന്നതിന് ഒരു ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു ദൈവ പൈതലാവുകയുള്ളൂ. ദൈവം ത്രിയേകമല്ല, ഏകമാണ് എന്ന ആ ബോധ്യം നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് ബോധ്യപ്പെടുത്തണം. അതിനെ യേശുവായി മനുഷ്യനായി കണ്ടാലേ സാധിക്കൂ. അങ്ങനെ ഒരു വ്യൂയിൽ പുതിയ നിയമം വായിച്ചാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം അഭിമാനം കൊള്ളുന്നത് ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമാണ്, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ് എന്ന് പറയുമ്പോഴാണ്. അതുപോലെ നമ്മെക്കുറിച്ച് അപ്പൻ അഭിമാനം കൊള്ളണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യേശുവ എങ്ങനെയാണ് അത്ഭുതങ്ങൾ ചെയ്തതെന്ന്? മനുഷ്യനായിരുന്നു കൊണ്ട് യേശുവാക്കി എങ്ങനെയാണ് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റിയതെന്ന് അല്ലേ? ചില സന്ദർഭങ്ങളിൽ യേശുവാക്കി അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വന്നു. ആ അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ യേശുവായുടെ പിന്നാലെ ഉണ്ടായിരുന്നു. യേശുവായി അനുഗമിക്കാൻ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ആ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തോരം ജനങ്ങളായിരുന്നു. പിന്നീട് അത്ഭുതങ്ങൾ അവസാനിപ്പിച്ച് മർമ്മത്തിലേക്ക് കടന്നപ്പോൾ, പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യരുടെ ആ ഒരു ജനക്കൂട്ടം നിലച്ചു, എണ്ണാവുന്ന തരത്തിലായി. പിന്നീട് കാൽവരി ക്രൂശിൽ യേശുവായി അനുഗമിക്കുവാൻ 2-3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ യേശുവ അത്ഭുതങ്ങൾ കാണിച്ചത് വിശ്വാസം മൂലമായിരുന്നു. ഇത്രയധികം ഗാഢമായി പിതാവുമായി ബന്ധം പുലർത്തിയിരുന്ന മനുഷ്യന് വിശ്വാസമുണ്ടെങ്കിൽ എന്തത്ഭുതവും പ്രവർത്തിക്കാൻ സാധിക്കും. യേശുവായുടെ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ? യേശുവ കാണിച്ചിരുന്ന എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിച്ചില്ലേ? പ്രവാചകന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ? യേശുവ എന്താ പറഞ്ഞത്? ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുമെന്ന് അല്ലേ? വിധക്കാരൻ്റെ ഉപമ എല്ലാവരോടുമായിട്ട് യേശുവ പറഞ്ഞു. പക്ഷേ അതിൻ്റെ മർമ്മം യേശുവ പറഞ്ഞു കൊടുത്തത് തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമാണ്. അതുപോലെയാണ് ഇന്ന് വിളിക്കപ്പെട്ടവർ അധികം, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ വളരെ ചുരുക്കം. നമ്മൾ വിളിക്കപ്പെട്ടവരാകാം, പക്ഷെ തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ നമ്മൾ മത്സരിക്കണം. മത്സരിക്കുന്ന അതായത് നിയമാനുസൃതം മത്സരിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പ്രൈസ് കിട്ടില്ല, കിരീടം ലഭിക്കില്ല. നമ്മൾ നിയമാനുസൃതം മത്സരിക്കണം നമ്മൾ സഹോദരരെ. അല്ലാതെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മനസ്സിൽ ഇത് കുഴിച്ചു മൂടിയിട്ടിട്ട് 2 വഞ്ചിയിൽ കാലിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ മർമ്മം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് ഉയരുകയുള്ളൂ. വിളിക്കപ്പെട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് ഉയരുകയുള്ളൂ. ദൈവാത്മാവ് നമുക്കും മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുകയുള്ളൂ. ഇപ്പോൾ വെളിപ്പെടുത്തി കിട്ടുന്നത് ഇത് അന്ത്യകാലത്തെ തെളിയൂ എന്ന് വെളിപാടിൽ പറയുന്നുണ്ട്. ഈ മർമ്മങ്ങളെല്ലാം ജെറുസലേമിൽ നിന്ന് ഒഴുകുന്നതാണ്. ഇത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റിയാൽ നാം ദൈവമക്കളാണ്. ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളും ഓരോരുത്തരെ പറ്റി ചിന്തിക്കുക. എന്നെ ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മുടെ പിതാവ് കണ്ടിരുന്നു. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സർവശക്തനായ ദൈവം വെറും ഒരു അണുവായ മണ്ടിയായ നമ്മളെ കണ്ടു എന്ന് അറിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ സർവ മഹത്വം വിട്ട് എറിഞ്ഞിട്ട് ദൈവം നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ കണ്ടു. വെറുതെയാണ് സഹോദരേ ഉള്ളം കയ്യിൽ നിന്റെ പേരെഴുതി എന്ന് ദൈവം പറഞ്ഞത്? നിന്റെ തലമുടി നാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണോ? അത്രയധികം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കില്ലേ, ലോകം കൂടെ അവസാനിച്ചൂടെ, മടുത്തു, അവസാനിച്ചൂടെ, നമുക്ക് അവയുടെ കൂടെ പൊക്കൂടെ അല്ലേ? പക്ഷേ എന്തിനാ അവസാനിക്കാതിരിക്കുന്നേ? ദൈവം ജീവഗ്രന്ഥത്തിൽ എഴുതിക്കപ്പെട്ട എല്ലാവരും പൂർത്തിയാകണം. അത് ആത്മാവിനാൽ ജനിക്കുന്നവരാകാം നമ്മെ പോലെ, അല്ലെങ്കിൽ പുതിയമായി കുഞ്ഞുങ്ങളായി ജനിക്കുന്ന ആ എണ്ണപ്പെടുന്നവരുടെ പേര്
എണ്ണപ്പെട്ട് തിട്ടപ്പെട്ട് അളന്ന് കുറിച്ച് ദൈവം കാത്തിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയാലേ ദൈവം ലോകം അവസാനിപ്പിക്കുള്ളൂ. ആ ഒരു സമയത്തെക്കുറിച്ച് പിതാവിന് മാത്രം അറിയാം എന്നല്ലേ ബൈബിൾ പറയുന്നത്. ഇനി ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തവർ, ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ വീഡിയോ കഷ്ടപ്പെട്ടിരുന്ന് കേട്ട് വെറുതെ ലൈക്ക് അടിച്ച് സമയം കളയണ്ട. നിങ്ങൾ സ്റ്റാൻഡ് വിട്ടോ. ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിൽ കുറിച്ചു വെച്ച് നിങ്ങൾ ദൈവത്തിനുള്ളതല്ല. എന്നാൽ ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവസ്നേഹം, ആ ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ, നിങ്ങളെ കൈവിടില്ല. നമ്മുടെ അപ്പൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളെ തീർച്ചയായിട്ടും കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് നാം എന്താ ചെയ്യേണ്ടത്? നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവനെ ദ്വേഷിക്കാൻ വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരം സാത്താനോട് പൊരുതാനായിട്ട് വിട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തോടൊപ്പം പടപൊരുതാനുള്ള ധൈര്യം കിട്ടുള്ളൂ. പടപൊരുതിയാൽ മാത്രമേ ലോകത്തിൻ്റെ അധികാരിയെ സാത്താനെ പുറന്തള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ മർമ്മത്തിലേക്ക് വരാം. എങ്ങനെയാണ് യേശുവ എന്ന മനുഷ്യൻ തൻ്റെ ശരീരത്തെ ദൈവത്തിന് അഴുകാൻ വിട്ടുകൊടുത്ത് നമുക്ക് മാതൃകയായതെന്ന്, രക്ഷാകര കർമ്മത്തിന് ദൈവത്തോടൊപ്പം കൂട്ടുനിന്ന് യേശുവ എന്ന മനുഷ്യൻ തൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്തത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിൽ എന്താ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, യോഹന്നാൻ പറയുന്നില്ലേ, എന്താണ് യോഹന്നാൻ പറയുന്നില്ലേ, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് സത്യമാണ്, അത് അന്വർത്ഥമാണ്. അത് അന്വർത്ഥമായത് അങ്ങ് കാൽവരി ക്രൂശിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റർ ഇട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നുണ്ടാവും. ഒരുപാട് ലൈക്കും ഒരുപാട് ഷെയറും ഒക്കെ കിട്ടിയിരുന്നതാണ്. അതായത് ആബേൽ കൊല ചെയ്യപ്പെട്ട സ്ഥലവും യേശുവ ക്രൂശിൽ മരിച്ച സ്ഥലവും ഒന്ന് തന്നെയെന്ന്. ആ ഒരു പോസ്റ്റർ ഇട്ടേ പിന്നെ ഒരുപാട് പേരെ എന്നെ വിളിച്ചു, എന്താ അതിന് തെളിവെന്ന് ചോദിച്ചു. സഭാധികാരികൾ വരെ എന്നോട് ചോദിച്ചു, ഇതിന് തെളിവെന്താ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി എന്ന്. പരിശുദ്ധാത്മാവ് തന്നു, ആർക്കെങ്കിലും മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു എന്നൊന്നും പറഞ്ഞാൽ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊക്കെ പുരോഹിതന്മാർക്കും പാസ്റ്റർമാർക്കൊക്കെ വെളിപ്പെടുത്തി കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരിക്കലും നമ്മളെ പോലുള്ളവർക്കോ സാധാരണ മനുഷ്യർക്കോ ദൈവത്തിൻ്റെ ദാസന്മാർക്കോ ഒന്നും വെളിപ്പെടുത്തി കിട്ടുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും ഉള്ള ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന മർമ്മം എന്നത്. എന്താണ് നമ്മുടെ പാപം? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ പാപത്തിന് വേണ്ടിയല്ലേ യേശുവ ക്രൂശിൽ തറച്ചെന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പാപം? നമ്മുടെ പാപം എന്നത് കയീൻ്റെ പാപമാണ്. അതായത് സാത്താൻ ഈ ലോകത്തെ കീഴടക്കിയത് ആ ഒരു സംഭവത്തിലൂടെയാണ്. ചേട്ടൻ അനുജനെ കൊന്ന, ആബേലിനെ കൊന്ന ആ സംഭവത്തിലൂടെ ലോകത്തിലേക്ക് പാപത്തിനെ സാത്താൻ കൊണ്ടിട്ടു. അങ്ങനെയാണ് സാത്താൻ ആ പാപത്തിന് തന്നുകൊണ്ടാണ് ലോകത്തിന് അധികാരം പിടിച്ചെടുത്തത്. ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു, ആദം ഹവ്വയും അപ്പോൾ പാപം ചെയ്തതല്ലേ എന്ന്. ഞാൻ പാപവും തെറ്റും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. ആദം ഹവ്വായും ആ കഴിക്കരുത് എന്ന് പറഞ്ഞ ആ പഴം ഭക്ഷിച്ചു. അതൊരിക്കലും പക്ഷേ പാപമായിരുന്നില്ല, അത് വെറും തെറ്റായിരുന്നു. ആ തെറ്റ് കർത്താവ് തിരുത്തിയും കൊടുത്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് തിരുത്താം, പക്ഷേ പാപം തിരുത്താൻ നമുക്ക് സാധിക്കില്ല ദൈവത്തിൻ്റെ സഹായമില്ലാതെ. അത് വെറും ഒരു തെറ്റായിരുന്നു. അത് അപ്പോൾ തന്നെ കർത്താവ് തിരുത്തി കൊടുത്തു. എങ്ങനെ? ഒരു മൃഗത്തെ യാഗം കഴിച്ച് അതിൻ്റെ തോല് കൊണ്ട് അവർക്ക് ഉടയാട ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആ തെറ്റ് തിരുത്തിയത്. അവിടെ ഒരു യാഗാർപ്പണം നടത്തി. ജീവനുള്ള ഒരു വസ്തുവിനെയാണ്, ജീവനുള്ള ഒരു മൃഗത്തെയാണ് യാഗം അർപ്പിക്കേണ്ടതെന്ന് അവരെ അവിടുന്ന് പഠിപ്പിച്ചും കൊടുത്തു. അത് വെറും ഒരു തെറ്റായിരുന്നു, പാപമല്ല. പക്ഷേ ഈ സാത്താന് ഈ ആദാമിനെ കൊണ്ടും ഹവ്വായെ കൊണ്ടും ആബേലിനെ കൊണ്ടും പാപം ചെയ്യിക്കാൻ സാധിച്ചില്ല. പിന്നാലെ നടന്നിട്ടും സാധിച്ചില്ല. കാരണം ദൈവം അവരുടെയൊക്കെ കൂടെ കാവലായിട്ടുണ്ടായിരുന്നു. തൻ്റെ മക്കളെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കയീൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കയീനോട് പറഞ്ഞത്, മകനെ, പാപം നിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു, നീ അതിനെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കയീൻ അത് ശ്രവിച്ചില്ല. അങ്ങനെ കയീനിലൂടെ സാത്താൻ കയറിയിട്ടാണ് നമ്മുടെ ആബേലിനെ കൊന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത പാപം, കയീൻ്റെ പാപമാണ് നമ്മുടെ പാപം. മനസ്സിലായോ? അപ്പോൾ
ആബേല് മരിച്ചപ്പോൾ ആബേലിൻ്റെ രക്തം മണ്ണിൽ കിടന്ന് ദൈവത്തോട് നീതിക്ക് വേണ്ടി അപേക്ഷിച്ചു. എങ്ങനെ അപേക്ഷിച്ചു? എന്തിനാണ് എൻ്റെ സഹോദരൻ എന്നെ കൊന്നത് പിതാവേ? ഇത് രക്തം കിടന്ന് തറയിൽ കിടന്ന് തിളച്ചുകൊണ്ട് കണ്ണും മൂക്കൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചപേക്ഷിച്ചു എന്നല്ല നമ്മൾ ചിന്തിക്കണ്ടേ. അതൊക്കെ വെറും നമ്മുടെ സാങ്കല്പിക തെറ്റാണത്. ആ രക്തം അവിടെ കിടന്ന് എന്തിനെന്നെ കൊന്നു എന്ന് വിളിക്കുകയല്ല ചെയ്തത്. എന്താ ഉണ്ടായത്? മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവിടെ ആബേല് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. എന്തിനാണ് എൻ്റെ സഹോദരൻ എന്നെ കൊന്നത്? ആ നിലവിളിയുടെ ശബ്ദമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയത്. ആ ശബ്ദത്തിനാണ് ദൈവത്തിന് മറുപടി കൊടുക്കേണ്ടത്, നീതി നടപ്പാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ലോകത്തിൻ്റെ ആധിപത്യം കിട്ടാൻ കായേനെ കൊണ്ട് സാത്താൻ ആബേലിനെ കൊല്ലിച്ചു. അപ്പം അതിന് പ്രതികാരം ദൈവം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സാത്താനോടാണ് പ്രതികാരം ചെയ്യേണ്ടത്, കായേനോടല്ല. അപ്പോൾ സാത്താനെ കൊണ്ട് പ്രതികാരം ചെയ്യണമെങ്കിൽ അവൻ ഈ ലോകത്തിലേക്ക് ഇട്ട ഈ പാപത്തിനെ പിഴുതെടുത്തുകൊണ്ട് അവൻ്റെ അണ്ണാക്കിൽ തിരികെ കൊടുത്തുകൊണ്ട് അത് സാത്താനെ ഓടിപ്പിച്ചിട്ടായിരിക്കണം ആധിപത്യത്തിൻ്റെ താക്കോല് വാങ്ങിച്ചെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോഴാണ് ആബേലിൻ്റെ രക്തത്തിന് നീതി നടപ്പാക്കി കിട്ടുക. അപ്പോഴാണ് ആബേലിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ ദൈവത്തിന് സാധിക്കുക. ഈ പ്രതികാരമാണ് സഹോദരരെ യേശുവായുടെ ക്രൂശിലെ മരണം. അത് മനസ്സിലാക്കണമെങ്കിൽ ലേവ്യരുടെ പുസ്തകം 16 വായിക്കണം. നാം ആ യോം കിപ്പൂർ ദിവസം, പാപപരിഹാര ദിവസം നമ്മൾ വായിച്ചില്ലേ? ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം നിങ്ങളെടുത്ത് വായിക്കുമ്പോൾ അവിടെ 2 കോലാട്ട് കൊറ്റന്മാരുടെ കാര്യമാണ് പറയുന്നത്. അഹറോൻ കുറിയിട്ട് അഹറോൻ്റെ 2 മക്കളും വെച്ചതിന് ശേഷം ദൈവം പറഞ്ഞു അഹറോനോടത്ത് ഇനി കൃപാസനത്തിൽ കയറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പം അതിൽ 2 കോലാട്ട് കൊറ്റന്മാരുടെ കാര്യം പറയാണ്. അഹറോനോട് പറയുന്നു, കുറിയിട്ട് 2 കോലാട്ട് കൊറ്റന്മാരെ മാറ്റുക. അതിൽ ഒരു കോലാട്ട് കൊറ്റനെ കുറിയെടുത്ത് ദൈവത്തിനായിട്ട് മാറ്റിവെക്കണം, മറ്റേ കോലാട്ട് കൊറ്റനെ സാത്താനായിട്ട് മാറ്റിവെക്കണം. അവിടെ സാത്താൻ്റെ പേര് പറയുന്നത് ലാ അൽസലേൽ, അതായത് അസസേൽ എന്നാണ് അവിടെ നമ്മൾ ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ അദോനായ്ക്ക് കുറി വീണ ആടിനെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടും സാത്താന്, അതായത് അസസേലിന് കുറി വീണ ആ ഒരു ആടിനെ ഒരാളെ കൊണ്ട് കൊടുത്തയപ്പിച്ചിട്ട് മരുഭൂമിയിലേക്കും പറഞ്ഞയക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കാം. ഈ സംഭവം നമ്മൾ റിലേറ്റഡ് ആകുന്നത് ക്രൂശിൽ നമ്മുടെ യേശുവ ക്രൂശ് മരണത്തിലേക്കാണ്. അദോനായ്ക്ക് കുറി വീണ ആ കുഞ്ഞാടാണ് യേശുവ. അതോടൊപ്പം തന്നെ അസസേലിന് സാത്താന് കുറി വീണ ആ ആട് യൂദാസ് ആയിരുന്നു. അപ്പോൾ അഹ്റോൻ അവിടെ ചെയ്തിരുന്നത് ആദ്യം തന്നെ ഒരു ചുവന്ന ചരടെടുത്ത് 2ആക്കി മുറിച്ച് ഈ 2 ആടുകളുടെയും കൊമ്പിന്മേലാണ് കെട്ടിയിരുന്നത്. അതിൽ അദോനായ്ക്കുള്ള ആടിൻ്റെ ആ ചുവന്ന ആ ഒരു ചരടിൻ്റെ ഒരറ്റം കൊമ്പിൽ കെട്ടിയിട്ട് അതിൻ്റെ മറ്റേ അറ്റം കെട്ടിയിരുന്നത് യാഗപീഠത്തിന്മേലായിരുന്നു. അതിന് ശേഷം മറ്റേ ആടിൻ്റെ, അസസേലിന് പറഞ്ഞിട്ടുള്ള ആടിൻ്റെ തലയിൽ കൈവച്ച് അഹറോൻ പ്രാർത്ഥിച്ച് ഈ ഇസ്രായേൽ മക്കളുടെ സകല പാപങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത് ആ ഒരു ആടിനെ വിജനമായ മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. ആ വിജനമായ മരുഭൂമിയിൽ ഉയർന്ന മലയിൽ നിന്ന് തള്ളിയിടുകയാണ് സഹോദരൻ ചെയ്യുന്നത്. തള്ളിയിട്ട ആ ആട് പൊട്ടിച്ചിതറുമ്പോൾ, ഉദരം പിളർന്ന് ചാവുമ്പോൾ ആ സമയം തന്നെ യാഗപീഠത്തിങ്കൽ കെട്ടിയിട്ടിരിക്കുന്ന അദോനായ്ക്കുള്ള ആടിൻ്റെ ആ കൊമ്പിന്മേലുള്ള ചുവന്ന ചരട് വെളുത്തതായിട്ട് മാറുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽക്കാരുടെ എല്ലാ പാപങ്ങളും ആ അസസേലിൻ്റെ ആട് മരിക്കുമ്പോൾ തന്നെ ആ എല്ലാ പാപങ്ങളും മാറ്റപ്പെടുകയാണ്. അതിനാണ് ആ ചുവന്ന ആ ചരട് വെള്ളയായിട്ട് മാറുന്നത്. അങ്ങനെ വെള്ളയായിട്ട് മാറിയ ആ ചരട് കെട്ടിയ കുഞ്ഞാടിനെ ആണ് അഹറോൻ ബലി കൊടുക്കുന്നത്. ദൈവത്തിന് ബലി കഴിച്ച് അതിൻ്റെ രക്തമാണ് കൃപാസനത്തിൻ്റെ മേലെ ഒഴിച്ച് ഇസ്രായേൽക്കാരുടെ പാപങ്ങൾ ഇല്ലാതായിത്തീരുന്നത്. ഇതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വചനങ്ങൾ, ലേവ്യരുടെ പുസ്തകത്തിലുള്ള ഈ വചനങ്ങളിലെ നിഴല്
നിഴലാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ പൊരുൾ എവിടെ മറഞ്ഞു കിടക്കുന്നു? യേശുവായുടെ ക്രൂശിൽ. വചനം നിഴലും പൊരുളുമായിട്ട് പലയിടത്ത് മറഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു വാക്യത്തിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, നിങ്ങളെ കാണിപ്പിക്കാനും സാധിക്കില്ല. ഇങ്ങനെ നിഴലും പൊരുളുമായിട്ട് കിടക്കുന്ന വചനത്തിൻ്റെ നിധി നമ്മൾ തോണ്ടിയെടുത്താലേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഈ പൊരുൾ കിടക്കുന്ന ക്രൂശിലേക്ക് നമുക്കൊന്ന് വരാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സകല പാപങ്ങളും, ഈ ലോകത്തിൻ്റെ സകല പാപങ്ങളും ഒരു തെറ്റും ചെയ്യേണ്ടി വരാത്ത, പാപത്താൽ ഒഴികെ എല്ലാത്തിലും യേശുവ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ എല്ലാം പാപങ്ങൾ പേറേണ്ടി വന്ന ആ കുഞ്ഞാട്, അതുകൊണ്ടാണ് അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മുഖം താഴ്ത്തി നമ്മുടെ യേശുവ നിന്നിരുന്നത്. അല്ലാണ്ട് ക്രൂശിൽ എനിക്ക് സഹിക്കാൻ പോകുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു കഷ്ടപ്പാടുകളെ ആലോചിച്ചല്ല. നിങ്ങൾ തലേ ദിവസം ഗത്സമനിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആബയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശുവായെ നോക്കി യേശുവ പറഞ്ഞില്ലേ, അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണേ എന്ന്. ഈ പാനപാത്രം എന്ന് പറയുന്നത് ക്രൂശിലെ വേദനയല്ല സഹോദരരെ. പാനപാത്രം എന്ന് പറയുന്നത് ഈ പാപം പേറി നിൽക്കേണ്ട ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ, ആ ഒരു നിമിഷം, ആ അന്ധകാരത്തിൽ യേശുവാക്കി പിതാവിനെ കാണാനോ കേൾക്കാനോ സാധിക്കില്ല. പിതാവുമായി ഓരോ നിമിഷവും ഗാഢബന്ധം സ്ഥാപിച്ചിരുന്ന യേശുവാക്കി ആ പാപം പേർ നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ആ ഒരു നിമിഷത്തിൽ യേശുവാക്കി പിതാവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുകയാണ്. കാരണം പാപത്തിലേക്ക് നോക്കാനോ പാപത്തിലേക്ക് ചെല്ലാനോ ദൈവത്തിന് സാധിക്കില്ല. ദൈവം പ്രകാശമാണ്. അപ്പോൾ ആ ഒരു നിമിഷം എനിക്ക് അപ്പൻ്റെ സഹായം കിട്ടില്ല, അല്ലെങ്കിൽ അപ്പനെ കാണാൻ സാധിക്കില്ല എന്നുള്ള ആ വിഷമം കൊണ്ടാണ് ഗെത്സമേൻ തോട്ടത്തിൽ യേശുവ മനുഷ്യനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് വന്നത്. ആ ഒരു വേദന കൊണ്ടാണ്, പിതാവേ എനിക്ക് ഈ പാനപാത്രം താങ്ങാൻ സാധിക്കുമോ എന്ന് യേശുവ സംശയിച്ചത് സഹോദരരെ. നിങ്ങൾക്കത് മനസ്സിലാക്കണം. അപ്പോഴാണ് എന്തുണ്ടായത്? മിഖായേൽ മാലാഖ അടുത്ത് വന്ന്, യേശുവാ നീ ഭയപ്പെടല്ലേ, നീ ധൈര്യമായിരിക്കെ, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ ഉണ്ട്. ആ ജയഘോഷം കൊണ്ടാടാൻ പോവുകയാണ് നമ്മൾ, സാത്താനെ തോൽപ്പിക്കാൻ പോവുകയാണ്. നിൻ്റെ ശരീരം അതിനായിട്ട് വിട്ടുകൊടുക്ക്, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു നിമിഷം നീ ഒന്ന് സഹിക്ക് എന്ന് പറഞ്ഞ് മിഖായേൽ മാലാഖ യേശുവായെ ധൈര്യപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉടനടി ദൈവം യേശുവ ധൈര്യപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറായത്. യേശുവ ക്രൂശിൽ ആ പാപം ഏറ്റിക്കൊണ്ട് കിടന്നപ്പോഴാണ് അന്ധകാരം ഭൂമിയിൽ വ്യാപിച്ചത് സഹോദരരെ. മനസ്സിലായോ? അപ്പോൾ യേശുവായുടെ ശരീരം അഴുകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് വിട്ടുകൊടുത്തത്. അത് നമ്മൾക്ക് മാർക്കോസ് 15:34 വായിച്ച് കൊടുത്താൽ നമുക്ക് അവിടെ ഹീബ്രു ഭാഷയിലാണ് യേശുവ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എലോയ് എലോയ് ലാമാ സബക്താനി. അത് ഹീബ്രു ഭാഷയാണ്. പലരും അറമായ ഭാഷയാണ് യേശുവ സംസാരിച്ചിരുന്നതെന്ന് നമ്മളോട് വാദിച്ചു. പക്ഷെ ഇത് ഹീബ്രു ഭാഷയാണ്. അപ്പാ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്നാണ് യേശുവ ചോദിക്കുന്നത്. അത് ആ നിമിഷത്തിലാണ് യേശുവ ചോദിക്കുന്നത്. ഇനി സാത്താൻ്റെ ആട് എങ്ങനെയാണ് യൂദാസ്, അത് നമുക്ക് എവിടെയാണ് മനസ്സിലാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. യൂദാസിനെ കുറിച്ച് യേശു പറയുന്നത് എന്താണ്? ഈ നാശയോഗ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ്. അവിടെ നാശയോഗ്യൻ എന്നാണ് യൂദാസിനെ ബൈബിളിൽ പറയുന്നത്. ഈ സാത്താനെയും ആ നാശയോഗ്യൻ എന്ന പേരിട്ടിട്ടാണ് 2 തെസ്സലോനിക്ക 2 വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ആദ്യം നാശയോഗ്യൻ വെളിപ്പെടണം, അധർമ്മമൂർത്തി നാശയോഗ്യൻ വെളിപ്പെടണം എന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ നാശയോഗ്യൻ സാത്താനാണ്. നാശയോഗ്യൻ എന്ന യൂദാസിനെ പേരിട്ട് വിളിക്കുമ്പോൾ സാത്താനാണ് ആ യൂദാസ്. തലേ ദിവസം യേശുവ അപ്പം മുക്കി കൊടുക്കുമ്പോൾ സാത്താനാണ് ആ യൂദാസിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അസസ്യേലിൻ്റെ ആട്, സാത്താൻ്റെ ആട് യൂദാസ് ആണ് എന്ന്. ഇനി യൂദാസിൻ്റെ മരണം എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി. യൂദാസ് മലമുകളിൽ പോയിട്ട് ഒരു മരത്തുമോ കെട്ടി നാണ്ട് തൂങ്ങിച്ചാവുക ചെയ്തത്. അതിനുശേഷം ആ ആ ചരട് മുറിഞ്ഞു പോകുന്നു. ആ കയറ് പൊട്ടി യൂദാസ് താഴേക്ക് വീണ് അസസ്സേലിൻ്റെ ആ ആട് അന്ന് വീണ പോലെ യൂദാസ് പാറമേൽ ചിന്നിച്ചിതറി ഉദരം പിളർന്നാണ് മരിക്കുന്നത്.
ആ മരിക്കുന്ന സമയത്ത് തന്നെ ആ ചരട്, ആ ചുവന്ന ചരട് ലേവ്യരുടെ പുസ്തകത്തിൽ വെള്ളയായി മാറുന്നത് പോലെ തന്നെ അപ്പോഴാണ് നമ്മുടെ യേശുവായിൽ നിന്ന് സകല പാപങ്ങളും, മനുഷ്യരുടെ എല്ലാ പാപങ്ങളും അതേ നിമിഷം തന്നെ യൂദാസിലേക്ക് പോകുന്നതും, അസസ്സേലിൻ്റെ ആ ആടിലേക്ക് പോകുന്നതും, ആ ഉദരം പൊട്ടി മരിക്കുമ്പോൾ ആ സാത്താനോട് കൂടെ തന്നെ ആ പാപങ്ങൾ സാത്താന് ആ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റി വെച്ചുകൊണ്ട് സാത്താൻ തിരികെ കൊടുത്തുകൊണ്ട് ജയഘോഷം യേശുവ കൊണ്ടാടുകയാണ്. യേശുവ അപ്പം ബലിയർപ്പിച്ചപ്പോൾ യേശുവായിൽ പാപമില്ല, പാപമെല്ലാം യൂദാസിലൂടെ സാത്താന് കൊടുത്തു. പാപമില്ലാത്ത കുഞ്ഞാടിനെയാണ് അന്ന് ക്രൂശിൽ അറക്കപ്പെട്ടത്, ദൈവത്തിനായിട്ട് യാഗം കഴിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. നീക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആ കുഞ്ഞാട് പിതാവിനായിട്ട് അർപ്പിക്കപ്പെട്ടത്. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് ഞാൻ നിങ്ങളോട് മുൻപത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. യേശുവായുടെ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുകി യേശുവ ക്രൂശിച്ച ആ ഗോൽഗാത്ത കാൽവരി മലയുടെ അടിയിൽ ഉണ്ടായിരുന്ന ആ യാഗപീഠത്തിൽ കൃപാസനത്തിൽ പെട്ടത്ത് വാഗ്ദാന പേടകത്തിൽ ചെന്ന് ഈ വെള്ളവും ഈ യേശുവായുടെ രക്തവും അതിന്മേൽ ചെന്ന് വീണു. അന്നത്തെ ഭൂകമ്പത്തിൽ ആ സിക്സാഗ് മോഡലിലുണ്ടായ ആ ഭൂകമ്പത്തിൽ ആ രക്തവും വെള്ളവും ആ കൃപാസനത്തിൽ ആ യാഗപീഠത്തിൽ ചെന്ന് വീണ് ഇസ്രായേൽക്കാരുടെ മക്കളുടെ പാപം നീക്കി. അതുപോലെ തന്നെ പാപം നമ്മുടെ പാപങ്ങളെ സാത്താന് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ജയഘോഷം കൊണ്ടാടുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ വെറും ഒരു മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം ക്രൂശിൽ വേദന പിടഞ്ഞ് സഹിച്ചതാണ്. എന്നാൽ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് നോക്കിയാൽ സർവ്വ ആയുധങ്ങളും ആ ക്രൂശിൽ വെപ്പിച്ച് അവിടെ സാത്താനെ തോൽപ്പിക്കുകയാണ് യേശുവ ചെയ്തത്. അങ്ങനെ സാത്താന് ലോകാദി അന്ന് കായേൻ്റെ ആ ഒരു പാപത്തിലൂടെ നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച ആ ഒരു ആധിപത്യത്തിൻ്റെ താക്കോല് ആ ക്രൂശിൽ കൊടുത്തിട്ട് സാത്താന് കണ്ടം വഴിക്ക് ഓടാനാണ് അപ്പം പറ്റിയത്, ഓടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യേശുവ നമ്മളെ രക്ഷിച്ചു, സാത്താനെ തോൽപ്പിച്ചു എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉദരം പിളർന്ന് നമ്മുടെ യൂദാസ് മരിച്ചപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ്റെ ആ സാത്താൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തു. പാപമില്ലാത്ത യേശുവ ക്രൂശിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി. അത് എഫേസ്യർ 5:2 വായിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട്, പാപമില്ലാത്ത കുഞ്ഞാടിൻ്റെ സൗരഭ്യവാസനയുള്ള യാഗമായി മാറിയെന്ന്. മനസ്സിലായോ? യേശുവായുടെ കയ്യിൽ ആണികൾ അടിച്ച് കയറ്റിയപ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവം ദുഷ്ടൻ്റെ ചെകിടത്തടിക്കുകയാണ് ചെയ്തത്. ജയഘോഷം കൊണ്ടാടിയ ക്രൂശ് മരണത്തിൻ്റെ അന്ന് നമ്മളോ ദുഃഖമാചരിക്കുന്നു, ഉപവാസവും കരച്ചിലുമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു തെറ്റായ പഠിപ്പിക്കലാണ് സഹോദരരെ. അന്ന് നാം ജയഘോഷം കൊണ്ടാടുകയാണ് ചെയ്യേണ്ടത്. ഈ മർമ്മങ്ങൾ ഒരിക്കലും എൻ്റെയല്ല, ജെറുസലേമിൽ നിന്ന് ഇത് ഒഴുകിയതാണ്. റീന ഫ്രാൻസിസ് പറഞ്ഞു തന്നതാണ് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക്, എന്നെ കേൾക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ, എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ദൈവം പറഞ്ഞത് അനുസരിക്കണം, ദൈവാത്മാവ് പറഞ്ഞത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. എൻ്റെ വീഡിയോ ഒന്നും അധികം ഷെയർ പോകുന്നില്ല, പോണ്ട. എനിക്ക് പക്ഷേ ദൈവാത്മാവ് പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് തറോ ആക്കണം. എന്നെ കേൾക്കുന്നവർക്ക് ഈ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ശിക്ഷാവിധി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ദൈവം എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യോ ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ എനിക്ക് ശിക്ഷാവിധി കിട്ടാതിരിക്കാനാണ് ഞാൻ ഈ മർമ്മങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിൽ പറഞ്ഞിരുന്ന ആ വചനം എന്ത്? സ്ത്രീയുടെ സന്തതി അവൻ നിന്റെ തല തകർക്കും. അത് യേശുവായിലൂടെ നിവർത്തിയായത്
ഈ ക്രൂശിലെ മരണത്തിലാണ്. സങ്കീർത്തനം 118:25 ഈ ദിവസം നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആബേലിൻ്റെ രക്തത്തിന് യേശുവായുടെ രക്തത്തിലൂടെയാണ് ദൈവം പ്രതികാരം ചെയ്തത്. യേശുവ നമുക്ക് മാതൃകയാണ്. നമ്മുടെ ശരീരത്തെ യേശുവ പോലെ ദൈവത്തിന് അഴുകാൻ വിട്ടുകൊടുക്കണം. യേശുവ ചെയ്തതുപോലെ മാതൃക പോലെ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുത്താലേ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മാവിന് അന്നാലേ രക്ഷ കിട്ടുകയുള്ളൂ. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച മർമ്മം. അപ്പോൾ യേശുവായെ ഒരു കംപ്ലീറ്റ് മനുഷ്യനായിട്ട് കണ്ടാൽ മാത്രമേ, അങ്ങനെ ഒരു വ്യൂയിൽ പുതിയ നിയമം വായിച്ചാൽ മാത്രമേ നമുക്ക് ത്രിയേകം എന്ന സങ്കല്പം പിഴുതെറിയാൻ സാധിക്കുകയുള്ളൂ, വേരോടുകൂടി പിഴുതെറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവ ദൈവമായിരുന്നില്ല, പകരം യഹൂദനായിരുന്ന ഒരു കംപ്ലീറ്റ് മനുഷ്യനായിരുന്നു. ഇത് ഒരു നീണ്ട വീഡിയോ ആണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ മർമ്മം എത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് കയറ്റിയാലേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദൈവവുമായിട്ട്, യേശുവ നമ്മളെ മാതൃകയാക്കിയതുപോലെ ദൈവവുമായിട്ട് ആ ഗാഢബന്ധം സ്ഥാപിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അല്ലാതെ വെറുതെ ഇത് കേട്ട് ഒരു ചെവിക്കോടെ കേട്ട് അടുത്ത ചെവിക്കോടെ വിട്ട് അതിനുള്ളതല്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഈ മർമ്മങ്ങൾ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ആബ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും തോദാ റബ്ബ തോദാ ആബ.